ഓക്കെ, അടുത്ത മൊഡ്യൂൾ, അതായത് 4ാമത്തെ മൊഡ്യൂൾ ന്യൂറൽ ബേസിസ് ഓഫ് ഇമോഷൻ, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് ഓൾറെഡി അസൈൻമെൻ്റ് അല്ല, സെമിനാറായിട്ട് തുടങ്ങി ഒരുവിധം കുറച്ചൊക്കെ ഭാഗങ്ങൾ കവർ ചെയ്ത ഭാഗം തന്നെയാണ്. ഞാൻ ഏതായാലും പറയാം എന്താ ഇൻട്രൊഡക്ഷൻ, പിന്നെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതിൽ ഫസ്റ്റ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലേ. നമ്മൾ എല്ലാവർക്കും ഓരോ വികാരങ്ങൾ, ഇമോഷൻസ് ഉണ്ടാകും. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബയോളജിക്കൽ സ്റ്റേറ്റാണ്. ഇത് നെർവസ് സിസ്റ്റവുമായിട്ട് എന്താണ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ബയോളജിക്കൽ സ്റ്റേറ്റാണ്. അതും നെർവസ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നത് ന്യൂറോ ഫിസിയോളജിക്കൽ ചേഞ്ചസ്. ഈ ഒരു ന്യൂറോ ഫിസിയോളജിക്കൽ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയർ റെസ്പോൺസസ്, അതേപോലെ എന്താ പറയുക ഡിഗ്രി ഓഫ് പ്ലഷർ ഓർ ഡിസ്പ്ലഷർ, ഇതുമായിട്ടൊക്കെ അസോസിയേറ്റ് നിൽക്കുന്ന ന്യൂറോ ഫിസിയോളജിക്കൽ ചേഞ്ചസ് അല്ലേ, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ബയോളജിക്കൽ സ്റ്റേറ്റ് ആണല്ലോ ഇമോഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു ഇമോഷൻസിൻ്റെ ഡെഫിനീഷനൊന്നുമില്ല. പല ടൈപ്പ് ഡെഫിനീഷൻസും ഉണ്ട്. ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂഡുമായിട്ട്, ടെമ്പറമെൻറ്റുമായിട്ട്, പേഴ്സണാലിറ്റിയുമായിട്ട്, ഡിസ്പൊസിഷനുമായിട്ട്, ക്രിയേറ്റിവിറ്റിയുമായിട്ട്, മോട്ടിവേഷനുമായിട്ട്, ഇതുമായിട്ടൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. അതായത് മൂഡ്, നമ്മുടെ ഓരോ ആൾക്കാരുടെ മൂഡ്, ടെമ്പറമെൻറ്റ്, അതേപോലെ പേഴ്സണാലിറ്റി, ഡിസ്പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്വഭാവം, പിന്നെ അതേപോലെ ക്രിയേറ്റിവിറ്റി, മോട്ടിവേഷൻ പോലെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. ഇമോഷൻ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് 1579 ഇത് ആദ്യമായിട്ട് അഡാപ്റ്റ് ചെയ്തത് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രഞ്ച് വേർഡായിട്ടുള്ള എമോവേർ എന്ന് പറഞ്ഞ ഒരു വേർഡിൽ നിന്ന്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടു സ്റ്റിർ അപ്പ് എന്ന് വെച്ചാൽ കൂട്ടിയിളക്കുക എന്നുള്ളൊരു അർത്ഥമായിരുന്നു ഇമോഷൻ എന്നുള്ള വേർഡിന്. എന്താ പറയുക, ഫ്രഞ്ചിലെ എമോവോയർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഈ ഒരു ഇമോഷൻ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. ഇത് ഈ ഒരു ഇമോഷൻ എന്നുള്ള ടേം അക്കാദമിക് ഡിസ്കഷനിൽ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, എല്ലാം കൊണ്ടുള്ളൊരു മൊത്തത്തിൽ ക്യാച്ചുവൽ ടേമായിട്ട്, അതായത് പാഷൻസ്, സെൻറ്റിമെൻറ്റ്സ്, അഫെക്ഷൻസ്, ഇതിനെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് ഈ ഒരു ഇമോഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ ഉപയോഗിക്കുന്നത്. ഏതൊക്കെ പാഷൻസ്, സെൻറ്റിമെൻറ്റ്സ്, നമ്മുടെ സെൻറ്റിമെൻറ്റ്സിനെ, അതേപോലെ അഫെക്ഷനെ. ഈ ഒരു ഇമോഷൻ എന്നുള്ള വേർഡ് കോയിൻ ചെയ്തത് 1800 തോമസ് ബ്രൗൺ ആണ്. അതേപോലെ ഒരു 1830 അറൗണ്ടിൽ മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഇമോഷൻ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എമേർജ് ചെയ്തു. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ ഡെഫിനേഷൻ, ഇമോഷനെ കുറിച്ചുള്ള ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എ സ്ട്രോങ് ഫീലിംഗ് ഡിറൈവിങ് ഫ്രം ഓൺ സർക്കംസ്റ്റൻസസ്, മൂഡ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് എന്നുള്ളതാണ്. അതായത് ഒരു സ്ട്രോങ് ഫീലിംഗ്, അതായത് നമ്മൾ ഇമോഷൻ എന്ന് പറഞ്ഞത് ഫീലിംഗ് തന്നെയാണ്. സ്ട്രോങ് ഫീലിംഗ് ഡിറൈവിങ് ഫ്രം, അത് ഡിറൈവ് ചെയ്ത് വരുന്നത് ഒരാളുടെ സർക്കംസ്റ്റൻസസ്, അയാളുടെ സാഹചര്യങ്ങൾ, അയാളുടെ മൂഡ്, അതേപോലെ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതുമായിട്ടൊക്കെ ഇതിൽ നിന്നുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സ്ട്രോങ് ഫീലിങ്ങിനെയാണ് എന്ത് പറയുന്നത്, ഇമോഷൻ എന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി കൊടുത്ത് ഡെഫിനേഷൻ പറയുന്നത്. ഇനി ഇമോഷൻസ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഇവൻസിനോടുള്ള റെസ്പോൺസസ് ആണ്. സിഗ്നിഫിക്കൻറ്റ് റെസ്പോൺസസിനാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഇമോഷൻസ് വേണമെങ്കിൽ ഒക്കറൻസുകളാവാം. ഒക്കറൻസസ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത്, അതായത് പാനിക്ക് അതുപോലെയുള്ള ഒക്കർ ചെയ്ത് വരുന്ന ഒക്കറൻസസ് ആയിട്ട് വരാം. അല്ലെങ്കിൽ അതിന് നമ്മൾ പാനിക് അങ്ങനെ നമ്മൾ ഇതായിട്ട് ഡിഫൈൻ ചെയ്യും. അതേപോലെ എന്താ പറയുക, നമ്മൾ ആ സമയത്ത് പാനിക്കാണ്. അതേപോലെ എന്താ പറയുക, വേറെ ഓരോരോ ടേംസ് നമ്മൾ പറയില്ലേ, ഭയങ്കര കുറച്ചും കൂടെ പതറ്റിക്കാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒക്കറൻസസ് ആയിട്ട് വരുന്നത് തന്നെയാണ്. പിന്നെ ഡിസ്പൊസിഷൻസ്, അത് സ്വഭാവമാവാം. ഹോസ്റ്റിലിറ്റി, അതായത് ആ ഒരു ഹോസ്റ്റിലിറ്റി ബിഹേവിയർ, അങ്ങനെ എന്താ പറയുക സ്വഭാവമായിട്ട് വരാം. അതേപോലെ ഷോർട്ട് ലിവിഡ് ആയിട്ട് വരുന്ന ആങ്കർ. ഓക്കെ, അതേപോലെ ഷോർട്ട് ലിവിഡ് ആവാം, അല്ലെങ്കിൽ ലോങ് ലിവിഡ് ആയിരിക്കും. ലോങ് ലിവിഡ് ആയിട്ട് വരുന്നതാണ് ഗ്രീഫ്, അതായത് നമ്മൾ എന്താ പറയുക ഡെത്തൊക്കെ സംഭവിച്ച് കഴിയുമ്പോഴുള്ള ഒരു വിഷമം ഉണ്ടാവുമല്ലോ, അതിനെയാണ്. ഇത് കുറച്ച് ലോങ്
പീരീഡിൽ, ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളൊക്കെ മരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ബെറിയമെൻ്റ് അല്ലെങ്കിൽ ഗ്രീഫൊക്കെ ഉണ്ടാകുന്നത് ഒരുപാട് ലോങ് ടൈമിനാണ്. ഓക്കെ, ഇനി ഇമോഷൻസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ഇമോഷൻ എന്നും നെഗറ്റീവ് ഇമോഷൻ എന്നും. ഓക്കെ, പോസിറ്റീവ് ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പ്ലസൻറ്റ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നല്ല സന്തോഷമുള്ള, അതായത് ലവ്, അമ്യൂസ്മെൻറ്റ്, അതായത് അത്ഭുതം, ക്യൂരിയോസിറ്റി, ജോയ്, ഹാപ്പിനെസ്, ഇതൊക്കെ ഓരോ ആളുകളുടെയും ഡെവലപ്മെൻറ്റിന് വളരെ എസെൻഷ്യലായിട്ടുള്ള, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇമോഷൻസാണ് പോസിറ്റീവ് ഇമോഷൻസ്. ഇനി ഇമോഷൻസ് അപ്പം പോസിറ്റീവ് മാത്രമായിരിക്കും, അല്ല, നെഗറ്റീവ് ഇമോഷൻസും ഉണ്ട്. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ അൺപ്ലസൻറ്റ് ഇമോഷൻസാണ്, അതായത് ഫിയർ, ആങ്കർ, ജലസി. ഓക്കെ, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ വെൽബീയിങ്ങിനെയും അയാളുടെ ഡെവലപ്മെൻറ്റിനൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള ഇമോഷൻസാണ്. അതായത് ഫിയർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വെൽബീയിങ്ങിനെ ബാധിക്കും, അല്ലേ? അഗ്രഷൻ വന്നു കഴിഞ്ഞാൽ, ആങ്കർ വന്നു കഴിഞ്ഞാൽ ഒക്കെ ആ ഒരു വെൽബീയിങ്ങിനെയും നമ്മുടെ ഡെവലപ്മെൻറ്റിനെയൊക്കെ ബാധിക്കുന്ന ഇമോഷൻസാണ്. അതാണ് നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ട് വരുന്നത്. ഈ സമയത്ത് തന്നെ എന്താ പറയുക, എന്ത് ഇമോഷൻസ് ആയിട്ടുണ്ടെങ്കിലും ഒരു ഇമോഷൻ നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ, നമ്മൾ പറയില്ല അധികമായാലും അമൃതം വിഷം എന്ന് പറയുന്ന പോലെ തന്നെ ഇമോഷൻ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഓവറായി കഴിഞ്ഞാൽ അതും ബാഡാണ്. ഇമോഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി, അതേപോലെ ഫ്രീക്വൻസി, ഇതൊക്കെ നോക്കിയിട്ട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് ഹാംഫുൾ എഫക്ട്സ് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഇമോഷൻസിനെ ഇതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അതായതിപ്പോൾ ഹാപ്പിനെസ് അല്ലെങ്കിൽ ലവ് എന്നുള്ളത് ഒരു ലോങ് പീരീഡിന് പകരം, ലോങ് പീരീഡ് എന്നുള്ളതല്ല, ഷോർട്ട് ലിവ്ഡായിട്ട് കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ നെഗറ്റീവായിട്ട് ബാധിക്കാൻ തുടങ്ങും, അല്ലേ? അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഫ്രീക്വൻസി, ഇൻറ്റൻസിറ്റി ഇതൊക്കെ വെച്ചിട്ട് അതിന് അതായത് ഇപ്പോൾ ലവ് കുറഞ്ഞു പോയാൽ, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോയാൽ, ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിലെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതും പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ഓരോരോ രീതിയിൽ എന്ത് വരാം. അപ്പോൾ അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയി കഴിഞ്ഞാലും ടു മച്ച് ആണെങ്കിലും ടു ലിറ്റിൽ ആണെന്നുണ്ടെങ്കിലും ബാഡ് എന്ന് പറഞ്ഞ പോലെയാണ്. അത് അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ചിട്ടിരിക്കും. ഇനി ഇമോഷൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു കോർഡിനേറ്റഡ് സെറ്റ് ഓഫ് റെസ്പോൺസസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇമോഷൻസിൽ വെർബലാവാം, ഫിസിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരാം, ബിഹേവിയറൽ, ന്യൂറൽ മെക്കാനിസംസ്, ഇതെല്ലാം കൂടെ കോർഡിനേറ്റഡ് ആയിട്ട് ആണ് ഇമോഷൻസ് വരുന്നത്. ഇനി ഷിറേഴ്സ് കമ്പോണൻറ്റ് പ്രോസസ് മോഡൽ ഉണ്ട്. ആരാണ് ഷിറർ എന്ന് പറയുമ്പോൾ SHERER ആണ്. അദ്ദേഹത്തിൻ്റെ കമ്പോണൻറ്റ് പ്രോസസ് മോഡൽ, CPM, കമ്പോണൻറ്റ് പ്രോസസ് മോഡൽ ഓഫ് ഇമോഷൻ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ക്രൂഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട് ഇമോഷന് 5 ക്രൂഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട്. ഈ കോമ്പറ്റൻറ്റ് പ്രോസസ് പെർസ്പെക്റ്റീവിൽ ഇമോഷണൽ എക്സ്പീരിയൻസിന് ഈ 5 പ്രോസസ്സ്, ഓൾ ദീസ് പ്രോസസ്സസ് ബിക്കം കോർഡിനേറ്റഡ് ആൻഡ് സിങ്ക്രണൈസ്ഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം എന്നാണ്. അതായത് ഇതേ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഈ 5 കാര്യങ്ങളും എന്താവും, പരസ്പരം കോർഡിനേറ്റഡ് ആൻഡ് സിങ്ക്രണൈസ്ഡ് ആയിട്ട് ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യും, വരുന്നതിനെയാണ് ഇമോഷൻ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഇമോഷനിൽ അങ്ങനെ 5 കമ്പോണൻസ് ഉണ്ട്. ഡ്രിവൺ ബൈ അപ്രൈസൽ പ്രോസസ്സ്. അതിൽ അപ്രൈസൽ പ്രോസസ്സും കൂടെ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെ ഈ പറഞ്ഞ 5 പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് ഇതിൽ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് അപ്രൈസൽ വരുന്നുണ്ട്. കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഗ്നീഷൻ കൂടെ അതിൽ വരുന്നുണ്ട്. അത് ശരിക്കും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളൊരു കാര്യത്തിൽ ഇത് വരുന്നുണ്ട്, ഡിസ്കഷൻസിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ചില തിയറിസ്റ്റുകൾ ഈ ഒരു അസംഷൻ ഇമോഷൻ ആൻഡ് കോഗ്നീഷൻ സെപ്പറേറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ബട്ട് ഇൻട്രാക്റ്റിംഗ് സിസ്റ്റംസ് തന്നെയാണ്. അതായത് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ്, പക്ഷേ പരസ്പരം ഇൻട്രാക്റ്റിംഗ് ആണ് എന്നാണ് ചില തിയറിസ്റ്റുകൾ കമൻറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് അപ്രൈസൽ ഇതിൻ്റെ ഒരു എലമെൻറ്റ് തന്നെയാണ്, കമ്പോണൻറ്റ് തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു CPMൽ പറയുന്ന പ്രധാനപ്പെട്ട ഇമോഷൻ്റെ 5 കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് കോഗ്നിറ്റീവ് അപ്രൈസൽ തന്നെയാണ്. കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഏതൊക്കെയാണെന്ന് ആദ്യം ജസ്റ്റ് പറയാം. കോഗ്നിറ്റീവ് അപ്രൈസൽ, ബോഡിലി സിംറ്റംസ്, ആക്ഷൻ ടെൻഡൻസീസ്, എക്സ്പ്രഷൻ, ഫീലിങ്സ്. അതായത് കോഗ്നിറ്റീവ് അപ്രൈസൽ ഒരു ഇമോഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് നടന്നിട്ടുള്ള ഒരു ഇവൻസിനെയും ഒബ്ജക്ട്സിനെയും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യും. മീൻസ് ഒരു ഇമോഷനിലെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഒരു ഇമോഷൻ, അതായത് നമ്മളെന്തെങ്കിലും ഒരു ഫങ്ഷന് പോയി അല്ലെങ്കിൽ വേണ്ട ഒരു ഹസ്ബൻഡ് വൈഫിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തു. ആൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഗിഫ്റ്റാണ് കൊടുത്തത്. അപ്പോൾ ആ ഭാര്യയുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ മീൻസ് ഇമോഷൻ, മുഖത്ത് വരുന്നത് എന്നുള്ളതല്ല, ആൾക്ക് വരുന്ന ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഒരുതരം നിരാശ, സങ്കടം, ഇതൊക്കെയാണ്. ആ ഒരു ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോഗ്നിറ്റീവ് അപ്രൈസൽ ഉണ്ട്. എൻ്റെ ഭർത്താവ് എനിക്ക് തന്ന ഗിഫ്റ്റ് ഇതാണല്ലോ എന്നുള്ള ഒരു ഇവാലുവേഷൻ ഉണ്ട്. ഇതിന് മുമ്പും തന്നിട്ടില്ല, ഇപ്പോൾ തന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ അങ്ങനെയൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്, എനിക്കിതാണല്ലോ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തരം ഇവാലുവേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ഇനി ബോഡിലി സിംറ്റംസ് ആണ് രണ്ടാമത്തെ കമ്പോണൻറ്റ്. ഈ ബോഡിലി സിംറ്റംസ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ കമ്പോണൻ്റ് ആണ്. അത് ഇമോഷൻസ് നടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ്, ഫിസിയോളജിക്കലായിട്ട് നടക്കുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ബോഡിലി സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി എക്സ്പ്രഷൻ ആണെന്നുണ്ടെങ്കിൽ ഫേഷ്യൽ ആൻഡ് വോക്കൽ എക്സ്പ്രഷൻ, നമ്മുടെ മുഖത്തും വായിലൂടെയും വരുന്ന എക്സ്പ്രഷൻസ് എന്താണ്, ഈ ഒരു ഇമോഷണൽ സ്റ്റേറ്റുമായിട്ട് അക്കമ്പനി ചെയ്ത് വരുന്ന ആ ഒരു ഫേഷ്യൽ ആൻഡ് വോക്കൽ എക്സ്പ്രഷൻസ്. നമുക്കറിയാം ഓഫ് എന്ന് പറഞ്ഞ് നമ്മുടെ മുഖത്ത് വരുന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ, ആ ഒരു സാധനമാണ് എക്സ്പ്രഷൻസ്. അതിനു മുമ്പ് പറയാൻ പോയ വേറൊരു എലമെൻ്റാണ് ആക്ഷൻ ടെൻഡൻസീസ്. ആക്ഷൻ ടെൻഡൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മോട്ടിവേഷണൽ കമ്പോണൻ്റ് ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യും, ഫോർ ദ പ്രിപ്പറേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് മോട്ടോർ റെസ്പോൺസസ്, നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, ഈ ഇമോഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മളെ ഒരു ആക്ഷൻ നടത്താൻ മീൻസ് മോട്ടോർ റെസ്പോൺസസ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു മോട്ടിവേഷണൽ കമ്പോണൻ്റാണ് ആക്ഷൻ ടെൻഡൻസി. അതായത് നമുക്കൊരു പ്രവൃത്തി ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതിപ്പോൾ ദേഷ്യം വന്നിട്ട് നമുക്കിങ്ങനെ വലിച്ചെറിയാൻ തോന്നുമല്ലോ. ഈ അഗ്രഷൻ വരുന്ന സമയത്ത് സാധനം എടുത്ത് എറിയുന്നില്ല, പക്ഷെ ആ എറിയാനുള്ള ആ ഒരു തോന്നൽ, ആ ഒരു ടെൻഡൻസി, അത് തന്നെയാണ് ആക്ഷൻ ടെൻഡൻസി എന്ന് പറയാം. എനിക്കിങ്ങനെ ഇത് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്ന് നമ്മൾ പറയല്ലേ, ഇപ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ തോന്നുന്നതെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇമോഷൻസിൻ്റെ സമയത്ത് നമ്മൾ പറയാറുണ്ട് അല്ലേ. അതാണ് ആക്ഷൻ ടെൻഡൻസീസ്. ഓക്കെ, അത് ചെയ്യുന്നുണ്ട്, അത് ആക്ഷനാണ്, പക്ഷേ ഇവിടെ ആക്ഷൻ ടെൻഡൻസീസാണ് ഇമോഷൻ്റെ ഭാഗമായിട്ട്. പിന്നെ എക്സ്പ്രഷൻസ് ആണ്, പിന്നെ ഫീലിങ്സ് ആണ്. ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ആളുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഇമോഷണൽ സ്റ്റേറ്റ് വൺസ് ഇറ്റ് ഹാസ് ഒക്കർഡ്. അതായത് അത് സംഭവിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആളുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് ഇമോഷൻ എന്ന് പറയുന്നത്. ഇനി ഇമോഷണൽ എപ്പിസോഡ്സും ഇമോഷണൽ ഡിസ്പോസിഷൻസും തമ്മിൽ ഡിസ്റ്റിങ്ഷൻസ് വെച്ചിട്ടുണ്ട്. ഇമോഷണൽ എപ്പിസോഡ്സ്, അതായത് ഇമോഷൻ വരുന്ന ആ ഒരു എപ്പിസോഡായിട്ട് വരുന്നതിനാണ് ഇമോഷണൽ എപ്പിസോഡ്സ് എന്ന് വരുന്നത്. ഇമോഷണൽ ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈകാരിക സ്വഭാവം മീൻസ് ഇമോഷണൽ ആയിട്ട് നടക്കുന്ന ആ ഒരു സ്വഭാവമാണ്. ഇമോഷണൽ ഡിസ്പോസിഷൻസ് ശരിക്കും കമ്പയർ ചെയ്യുന്നത് ക്യാരക്ടർ ട്രേറ്റ്സുമായിട്ടാണ്. നമ്മുടെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ ട്രേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുമായിട്ടാണ് ഇമോഷണൽ ഡിസ്പോസിഷൻസ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ ചില ആളുകൾ ജനറലി, അതായത് ചില ആളുകൾക്ക് ചില ഡിസ്പോസ്ഡ് എക്സ്പീരിയൻസ് സർട്ടൻ ഇമോഷൻസ്, അതായത് നമ്മൾ തന്നെ പറയും ആ ആൾ ഇന്ന ഇതൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ചില ആളുകൾ നമുക്ക് കണ്ടു തന്നെ നമ്മൾ പറയും, ദേഷ്യക്കാരനാണ്, അയാളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് അയാൾ ഭയങ്കര ചൂടനാണ്, അല്ലെങ്കിൽ അയാൾ നമ്മളെ ഏറ്റവും ഏൽക്കണ ഒരു ടൈപ്പല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില അയാളുടെ പേഴ്സണാലിറ്റി ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും, ഇന്ന ഇമോഷൻസൊക്കെ അത് ചെയ്യും എന്നുള്ളത്. അതേപോലെ അയാൾ ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരാൾ അങ്ങനെ ഒന്നും പറയില്ല, അയാൾ അങ്ങനെ ഒന്നും ചെയ്യില്ല, അയാളിന് അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയില്ല. അതൊക്കെയാണ് ഈ ഒരു സാധനം. അതേപോലെ ഇറിറ്റബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ ഇറിറ്റബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെക്കാളും വേഗത്തിൽ ഇറിറ്റേഷൻ സംഭവിക്കാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പോൾ ഡിസ്പോസ് ചെയ്യുന്ന വെച്ചാൽ ചില ഒരാളിപ്പോൾ ഒരു ഇറിറ്റബിളായിട്ട് ഇരിക്കുന്നൊരു സമയത്ത് ആ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആൾക്ക് മറ്റുള്ളവരെക്കാട്ടിലും സ്പീഡിൽ ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അതായത് സാഹചര്യത്തിനനുസരിച്ച് ആ ഒരു ഡിസ്പോസിഷൻസും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഫൈനലി ഈ ഒരു ചില തിയറിസ്റ്റുകൾ ഇമോഷൻസിനെ
ഒരു മോർ ജനറൽ കാറ്റഗറി ആയിട്ട് അഫക്റ്റീവ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ അഫെക്ഷൻ എന്ന് പറയും. ഇമോഷനും അഫെക്ഷനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിലും എന്നാൽ ഒന്നാണ് എന്നുള്ളൊരു ലെവലാണ്. വെച്ചാൽ അഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിയാക്റ്റീവായിട്ടുള്ള ഈ ഒരു ഇമോഷണൽ റെസ്പോൺസിനാണ് നമ്മൾ അഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഒരു കുറച്ചും കൂടെ ജനറൽ കാറ്റഗറി ആയിട്ട് അഫക്റ്റീവ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഈ ഒരു അഫക്റ്റീവ് സ്റ്റേറ്റിൽ പ്രധാനമായിട്ടും വരുന്നത് ഇത് കുറച്ചും കൂടെ മോർ ജനറൽ കാറ്റഗറി ആണെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഇമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫിനോമിനകളുണ്ട്. അതായത് പ്ലഷർ, പെയിന്, മോട്ടിവേഷണൽ സ്റ്റേറ്റുകൾ, അതേപോലെ മൂഡ്, ഡിസ്പൊസിഷൻസ്, ട്രേറ്റ്സ്, ഇതെല്ലാം കൂടെ കൂടിയ ഒരു ഇമോഷൻ റിലേറ്റഡ് ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഫക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഫെക്ഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയുണ്ട്? പ്ലഷർ ഉണ്ട്, പെയിൻ ഉണ്ട്, മോട്ടിവേഷണൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഹങ്കർ, ക്യൂരിയോസിറ്റി, നമുക്ക് ദാഹം, ക്യൂരിയോസിറ്റി, ഇതൊക്കെ മോട്ടിവേഷണൽ സ്റ്റേറ്റുകളാണല്ലോ. അതേപോലെ മൂഡ്, ഡിസ്പൊസിഷൻസ്, ട്രേറ്റ്സ്, ഇതെല്ലാം കൂടെ കൂടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അഫക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമോഷൻ്റെ ന്യൂറൽ ആസ്പെക്ട്സ് ആണ്. ഓക്കെ, എന്താണ് ഇമോഷൻ എന്നും ഇമോഷൻ്റെ തിയറി മീൻസ് ഇമോഷൻ്റെ തിയറി വേറെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ജനറൽ സൈക്കോളജിയിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാകും, കാനൻ ബേർഡിൻ്റെ തിയറിയൊക്കെ. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇമോഷനെ കുറിച്ച് എഴുതുന്ന സമയത്ത് ഇമോഷൻ്റെ തിയറീസ്, അതായത് ഫിസിയോളജിക്കൽ റെസ്പോൺസ്, ഏതാണ് ഫസ്റ്റ് വരുന്നത്, ഇമോഷണൽ ആക്ടിവേഷൻ ഓഫ് ഇവൻ, ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഏതാണ് ഫസ്റ്റ് വരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പം ഇനി ബ്രെയിനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീജിയൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ബ്രെയിനിൻ്റെ വെച്ചാൽ ന്യൂറൽ ആസ്പെക്ട്സ് ഓഫ് ഇമോഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നതെന്ന് പറഞ്ഞു. ബ്രെയിനിൽ വേരിയസ് പാർട്സ് ഈ ഒരു ഇമോഷൻ്റെ ജനറേഷനിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് റീജിയൻ എന്ന് പറയുന്നത് ഫ്രണ്ടൽ ലോബ് ഓഫ് കോർട്ടെക്സിൻ്റെ ഫ്രണ്ടൽ ലോബ്, അതേപോലെ ഹൈപ്പോതലാമസ്, അസോസിയേറ്റഡ് ലിംബിക് സ്ട്രക്ചേഴ്സ് ആൻഡ് അമിഗ്ഡാല, അതേപോലെ ഹൈപ്പോതലാമസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ലിംബിക് സ്ട്രക്ചേഴ്സും, അതേപോലെ ഫ്രണ്ടൽ ലോബ് ഓഫ് കോർട്ടെക്സിൻ്റെ ഫ്രണ്ടൽ ലോബ്, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീജിയൻ ഓഫ് ബ്രെയിൻ എന്ന് പറയുന്നത് ഇമോഷൻ്റെ കാര്യത്തിൽ. അതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയാൻ പോകുന്നത്. ഓക്കെ.